എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഫ്രാങ്കിയും ബ്രൂക്കും അവർ രണ്ടുപേരും ചേർന്ന് ബിഗ് മോമിനെ ഇട്ടിച്ച് താഴെയിട്ട് നാമിയെ സേവ് ചെയ്തിരിക്കുകയാണ്. നാമിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവളാണെങ്കിൽ എടുത്തു ചാടി ഇപ്പൊ ഫ്രാങ്കിയോട് നന്ദി പറയും. അതേസമയം ബ്രൂക്ക് ആണെങ്കിൽ ആ ഒരു മേഘത്തെ അതിനെ വെട്ടി രണ്ടാക്കി മാറ്റിയിരിക്കുകയാണ്. കിട്ടിയ ബിഗ് മോമിനാണെങ്കിൽ അനക്കമില്ല. അവളുടെ മകനാണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിനെ തട്ടി എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അമ്മ, ഇത് ഞാനാണ്, കണ്ണു തുറക്ക്. ുഫിക്കാണെങ്കിൽ ആ കാഴ്ചയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം. ഒരു വിധത്തില് ഇപ്പൊ നാമിയെ സേവ് ചെയ്തു. എത്രയും വേഗം കിന്നിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ കിന്നിന്റെ അടുത്തേക്ക് പോവും. അതേസമയം സാമുറൈസ് അവരെല്ലാവരും ഇപ്പൊ അകത്തേക്ക് ഇരച്ച് കയറുകയാണ്. അവരുടെ റിയൽ പവർ അതെല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അവരാണെങ്കിൽ പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചോപ്പറും ഉസോപ്പും അവർ രണ്ടുപേരും ഇപ്പൊ ആ ഒരു മൃഗങ്ങൾക്കിടയിൽ പെട്ട് കിടക്കുകയാണ്. അവറ്റകളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വണ്ടിയോടുകൂടെ പൊക്കിയെടുത്ത് ഓരോ ഭാഗത്തേക്ക് അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ക്യാച്ച് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് മനസ്സിലാവില്ല. അവനാണെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ കൺട്രോൾ പോവും. അവനാണെങ്കിൽ ഫുൾ കലിപ്പില് അവറ്റകളോട് ദേഷ്യപ്പെടുകയാണ്. അതിന് അവറ്റകളാണെങ്കിൽ അതിന് ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഉസോപ്പും ചോപ്പറും ആണെങ്കിൽ അതിന് ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. സോ അവർക്ക് അത് തുറക്കാനായിട്ട് കഴിയില്ല. അതിൽ കൺട്രോൾ പോയി അവറ്റകളാണെങ്കിൽ അങ്ങനെ ദൂരേക്ക് വലിച്ചെറിയും. അത് നിലത്ത് പോയി അട്ടിച്ച് താഴെ വീഴുകയാണ്. പക്ഷെ അതിനപ്പോഴും ഒന്നും തന്നെ സംഭവിക്കില്ല. നമ്മുടെ ആൾക്കാർ സേഫ് ആണെന്ന് മനസ്സിലാക്കിയ ആ ജയൻസ് അവറ്റകളാണെങ്കിൽ ഇപ്പോ അവറ്റകളുടെ ജയന്റ് കാല് അത് വെച്ച് ആ കണ്ടെയ്നറിൽ ആഞ്ഞ് ചവിട്ടും. അത്രയും പവറും ഫോഴ്സും കൊടുത്ത് അത് ചവിട്ടി മെതിക്കാൻ ശ്രമിച്ചിട്ടും ടാങ്കറിന് ഒരു പോറൽ പോലും പറ്റില്ല. കാരണം അത് വളരെയധികം സ്ട്രെങ്ത് ഉള്ള മെറ്റൽ കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ടാങ്കറിൽ ഒരുപാട് വിശ്വാസം തോന്നും. കാരണം അത്രയൊക്കെ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആ ടാങ്കറിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവര് അതിൽ സേഫ് ആണ്. ഉസോപ്പാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ ടാങ്കർ മുൻപോട്ടേക്ക് കുതിപ്പിക്കും. ആ ഗ്യാപ്പിൽ ചോപ്പർ ആണെങ്കിൽ ടാങ്കറിൽ ഉണ്ടായിരുന്ന പീരങ്കി അത് ആ ജയൻസുകൾക്ക് നേരെ അങ്ങനെ ടേൺ ചെയ്ത് അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്ത് അവിടെ മുഴുവൻ വലിയ പുക അതങ്ങനെ ഉയർന്നു വരും. ചോപ്പറാണെങ്കിൽ ഉസോപ്പിനെ അഭിനന്ദിക്കും. വാവ്, നീ കറക്റ്റ് സമയത്ത് വണ്ടി മുൻപോട്ടേക്ക് എടുത്തുകൊണ്ടാണ് നമുക്ക് അവറ്റകളെ തകർക്കാൻ കഴിഞ്ഞത്. അതിന് ഉസോപ്പ് പറയും, നീ നന്നായിട്ട് അവറ്റകളെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്തു, അതുകൊണ്ടാണ് അവറ്റകളെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റിയെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് ചുറ്റും നോക്കും. അവർക്കൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ജയൻസുകൾക്കെല്ലാം ഒരു പോറൽ പോലും ഏൽക്കാതെ അവറ്റകൾ പരസ്പരം നോക്കി ഇപ്പൊ അവരെ നോക്കുകയാണ്. ടോപ്പറാണെങ്കിൽ ഉസോപ്പിനോട് വണ്ടി എടുക്കാനായിട്ട് വിളിച്ചു പറയും. പക്ഷെ അപ്പോഴേക്കും ആ മോൺസ്റ്റേഴ്സ് ആ വണ്ടി തൂക്കിയെടുത്ത് പെപ്സിയൊക്കെ കുലുക്കും പോലെ ടാങ്കർ അങ്ങനെ ആഞ്ഞു കുലുക്കുകയാണ്. ആ ഒരു കുലുക്കലിൽ കൺട്രോൾ പോയി ടാങ്കറിന്റെ ഓരോ ഭാഗത്തേക്കും ഉസോപ്പും ചോപ്പറും ആഞ്ഞാഞ്ഞ് ഇട്ടിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ മകള് അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും മൊമന്റോസ്കെ സേവ് ചെയ്യാനായിട്ട് അവന്റെ പിന്നാലെ പോവും. അപ്പൊ അവളുടെ തൊട്ട് പിന്നിലായിട്ട് ആൾട്ടി അവിടേക്ക് വന്ന് ഇപ്പൊ അവളോട് പറയും, ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ ചെയ്തത് വലിയ തെറ്റാണ്. സോ നിന്റെ 2 പല്ലെങ്കിലും അടിച്ച് താഴെയിട്ട് നിന്നെ ഞാൻ കൈഡോടെ കയ്യിൽ കൊണ്ടു കൊടുക്കാതിരിക്കില്ല. അത്ത കേട്ട് കൺട്രോൾ പോയ കൈഡോടെ മകള് അവള് ചാടി വന്ന് കുട്ടിയുടെ മുഖത്ത് ആഞ്ഞടിച്ച് അവളുടെ 2 പല്ല് കൊഴിക്കും. ഇനി നീ എന്റെ പിന്നാലെ വന്ന നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞ് അവള് വീണ്ടും മൊമന്റോസ്കെ ലക്ഷ്യമാക്കി പോകും. ഇവിടെ ഉണ്ടപ്പെണ്ണാണെങ്കിൽ സേഫായി മൊമന്റോസ്കെ തൂക്കിയെടുക്കും. അങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല, എത്രയും വേഗം സേഫായ ഒരു സ്ഥലത്തേക്ക് അങ്ങ് ഞാൻ എത്തിക്കുമെന്ന് പറയും. അടുത്ത നിമിഷം ആ ഒരു കൈഡോടെ മകള് അവൾ അവിടേക്ക് വരികയാണ്. ഉണ്ടപ്പെണ്ണിനും മൊമന്റോസ്കിക്കും കൈഡോടെ പെണ്ണ് അവൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. സോ അവളെ കണ്ട് അവരങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. ഉടനെ ലൂഫിയാണെങ്കിൽ വിളിച്ചു പറയും, മൊമന്റോസ്കി, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അവൾ നമ്മുടെ ആളാണ്. തീർച്ചയായിട്ടും അവളോടൊപ്പം പോവുകയാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും. അത് കേട്ട് അവരും പേടിയൊക്കെ മാറ്റിവെച്ച് ഇപ്പൊ അവളോടൊപ്പം സേഫായ സ്ഥലത്തേക്ക് പോവും. കൈഡോടെ മകളാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഞാനാണ് ഓടൻ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. കേട്ട് അവർ രണ്ടുപേരും ഞെട്ടുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ അവളോട് പറയും, നീ ഒരു പെണ്ണാണ്, നീ ഒരിക്കലും ഓടനാവില്ല, എന്റെ അച്ഛൻ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടതാണെന്ന് പറയും. ഉണ്ടപ്പെണ്ണിനാണെങ്കിൽ അവൾക്ക് കുറച്ച് വട്ടുണ്ടെന്ന് കരുതി ഒരു സ്മോക്ക് ബോംബ് അതവിടെ പൊട്ടിച്ച് അവർ രണ്ടുപേരും ഇപ്പോ അവളുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ട് മാറുകയാണ്. അതേസമയം പുറത്ത് ഗ്രാൻഡ്പ ആളാണെങ്കിൽ നിർത്താതെ വില്ലന്മാര് സോൾജേഴ്സുമായിട്ട് അങ്ങനെ വമ്പൻ അട്ടിയിട്ടിയ ബഹളം. അപ്പനാണെങ്കിൽ ആ മോൺസ്റ്റർ ഡൈനോസേഴ്സിനെ കുറിച്ച് അറിയും. അതിനുശേഷം അവറ്റകളെ തകർക്കാനായിട്ട് അവറ്റകളെ അന്വേഷിച്ചു പോകും. അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ബിഗ് മോമിനെ കാണിക്കും. എല്ലാവരും ബിഗ് മോമിനെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. അവൾക്ക് എന്ത് സംഭവിച്ചു, അവളുടെ അടുത്ത മൂവ്മെന്റ് അതെന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അവരിപ്പോ ബിഗ് മോമിനെ തന്നെ നോക്കി നിൽക്കും. അടുത്ത നിമിഷം ബിഗ് മോം അവളുടെ കണ്ണ് തുറന്ന് ചാടി എഴുന്നേക്കും. എന്നാണെങ്കിൽ റെഡ് കളറിൽ അങ്ങനെ ഉരുണ്ട് പുറത്തേക്ക് വരികയാണ്. എല്ലാവരും ആ കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. കാരണം അവളുടെ കണ്ണ് അത് റെഡായി മാറിക്കഴിഞ്ഞാൽ അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട്
ചുറ്റുമുള്ളവരെ എല്ലാവരെയും അവൾ നശിപ്പിച്ച് കളയും. അത് കാണേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന അവളുടെ സോൾജിയേഴ്സും കൈഡോടെ സോൾജിയേഴ്സും അവരെല്ലാവരും 100-110 ഓടും. പക്ഷെ നമ്മുടെ ആൾക്കാർ ഒരു മാത്രം കണ്ണിമ ചിമ്മാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ചുറ്റും നോക്കും. നമ്മുടെ ആൾക്കാർ അങ്ങനെ ഓരോ ഭാഗത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നു പോകും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ക്യാഷ്വലായിട്ട് അവളെ തന്നെ നോക്കും. അതിന് അവളാണെങ്കിൽ ബ്രൂക്കിന്റെ അടുത്തേക്ക് വന്ന് പറയും, ഓ നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു. നിന്നോടൊപ്പം ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അതിന് ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ ടെക്നിക്കൽ സ്കില്ലൊക്കെ കാണിച്ചു കൊടുത്ത് ഞാനാണ് സൈബോർഗ് ഫ്രാങ്കി എന്ന് പറഞ്ഞ് വമ്പ പോസൊക്കെ കൊടുക്കും. ബിഗ് മോമിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. ആക്ച്വലി നിങ്ങളെപ്പോലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റയർ ആയിട്ടുള്ള ക്രീച്ചേഴ്സിനെ അവരെയാണ് എനിക്ക് ആവശ്യം. എൻ്റെ ഐലാൻഡിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞ് അവൾ ഒരു രാക്ഷസിയെ പോലെ അങ്ങനെ ചിരിക്കും. അത് കണ്ട് നാമിയാണെങ്കിൽ ഓക്കായി വിളിച്ചു പോവും, എത്രയും വേഗം നിങ്ങൾ എല്ലാവരും ദൂരേക്ക് മാറണം. ബിഗ് മോം അവൾ നമ്മൾ അറ്റാക്ക് ചെയ്യാനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ഒരു കാരണവശാലും മുൻപിൽ പോയി പെടാനായിട്ട് പാടില്ല. പക്ഷെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് മാറാതെ അവൾ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. സിമ്പിൾ ആയിട്ട് നാമിയോട് പറയും, നാമി നമ്മൾ എന്തിന് പേടിച്ചോടണം. നമ്മുടെ ബോസ് സാക്ഷാൽ ലൂഫി അവനാണ് അടുത്ത പൈററ്റ് കിങ് എന്ന് പറഞ്ഞ് ഒരു റാഡിക്കൽ ബീം പവർ തന്നെ അവന്റെ കയ്യിൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിന്റെ വെളിച്ചം കണ്ട് എല്ലാവരും വണ്ടറടിക്കും. അതേസമയം ചോപ്പറിനെ ഉസോപ്പിനെ അറ്റാക്ക് ചെയ്തിരുന്ന ആ ഒരു മോൺസ്റ്റേഴ്സ് അവറ്റകളാണെങ്കിൽ ടാങ്കറുമായി അവിടേക്ക് കടന്നു വരികയാണ്. അവറ്റകളെ കാണുമ്പോൾ തന്നെ അത്രയും നേരം സ്ട്രോങ് ആയിട്ട് നിന്ന ഫ്രാങ്കി അവൻ പോലും ഒന്ന് പേടിക്കും. ബിഗ് മോം ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, ഇവറ്റകളെല്ലാം തന്നെ ഫങ്ഷൻ എക്സ്പെരിമെന്റ് ഫെയിലിയേഴ്സ് ആണ്. പക്ഷേ ഇവരുടെ പവർ അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവറ്റകളെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടി. കാരണം മറ്റൊന്നുമല്ല, ഇതുപോലെ മുൻപൊരു ക്രീച്ചറിനെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടും പാടുപെട്ടുമാണ് ഇല്ലാതാക്കിയത്. ഇപ്പോ ഒരുപാട് എണ്ണങ്ങൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ലൂഫി ആണെങ്കിൽ അവൻ ഓറിനെ അറ്റാക്ക് ചെയ്ത് തകർത്തത് ഒരു നിമിഷം ആലോചിക്കും. ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രെങ്ത് ഒക്കെ ഉപയോഗിച്ച് ഞാൻ ആ ഭാഗത്ത് നിന്ന് അറിഞ്ഞം പുറഞ്ഞും ആഞ്ഞടിച്ചതിന് ശേഷം മാത്രമാണ് അവർക്ക് അതിനെ ഇല്ലാതാക്കാനായിട്ട് സാധിച്ചത്. അതേ ഓറിന്റെ പവറുള്ള ഒരുപാട് മോൺസ്റ്റേഴ്സ് ആണ് അവിടേക്ക് വന്നിരിക്കുന്നത്. ഫ്രാങ്കിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ വണ്ടറടിക്കും. അപ്പോഴായിരിക്കും ഫ്രാങ്കി ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടാങ്കർ അതിപ്പോ അതിന്റെ കയ്യിലുള്ളതായിട്ട് അവൻ ശ്രദ്ധിക്കുക. ആക്ച്വലി ആ ടാങ്കറിന്റെ ഉള്ളിലാണ് ചോപ്പർ ഉസോപ്പും ഉള്ളത്. കണ്ണൊരു അല്പം കൂടെ സൂം ചെയ്ത് ആ ടാങ്കറിന്റെ അകത്തേക്ക് നോക്കും. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും അതിന്റെ ഉള്ളിൽ കടന്ന് കഷ്ടപ്പെടുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ ആ ബീം പവർ അതിപ്പോ ആ ഒരു മോൺസ്റ്ററിന് നേരെ അങ്ങനെ പോയിന്റ് ചെയ്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ മോൺസ്റ്റർ തകർന്ന് കണ്ടെയ്നർ അങ്ങനെ സേഫായിട്ട് താഴേക്ക് വീഴുകയാണ്. ബിഗ് മോമിനാണെങ്കിൽ അത് കണ്ട് വല്ലാത്തൊരു സന്തോഷം. കാരണം അതിന്റെ ടെക്നിക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവളുടെ സ്ക്വാഡ് അങ്ങനെ വീശി ഇപ്പൊ ഫ്രാങ്കിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഫ്രാങ്കിയുടെ കഥ കഴിഞ്ഞു എന്ന് എല്ലാവരും ചിന്തിക്കുന്ന അടുത്ത് നിന്ന് ജിംബൈ അവൻ വന്ന് അവിടേക്ക് ഒരു എൻട്രി കൊടുത്ത് ഇപ്പൊ ബിഗ് മോമിനെ അങ്ങനെ പുറകിലേക്ക് പിടിച്ചു വലിക്കും. റോബിൻ ആണെങ്കിൽ ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് ബിഗ് മോമിനെ ഉരുട്ടി ഉരുട്ടി ഒരു ഭാഗത്തേക്ക് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ നിലവിളിച്ച് പറയും, എന്നെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് തകർക്കാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും ഞാൻ തിരികെ വരും. ഇവിടെ ജിംബൈ ആണെങ്കിൽ ബിഗ് മോം അങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കും. പക്ഷെ അവന് നന്നായിട്ട് അറിയാം ബിഗ് മോം അവൾ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. അവൾ തീർച്ചയായിട്ടും തിരികെ എത്തും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചോപ്പറിനെ ഉസോപ്പിനെ കോണ്ടാക്ട് ചെയ്യും. ചോപ്പർ ആണെങ്കിൽ ഉസോപ്പിന്റെ അടുത്തേക്ക് വന്ന് ആ സ്നെയിൽ അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഫ്രാങ്കി അവരോട് പറയും, രണ്ട് ടീമും കമ്പൈൻ ആവേണ്ട സമയം എത്തിയിരിക്കുകയാണ്. ഈ രണ്ട് വണ്ടിയും കൂട്ടി യോജിപ്പിച്ച് എത്രയും വേഗം ആ ഒരു വലിയ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം അത് എത്തിയിരിക്കുകയാണ്. ഉസോപ്പും ചോപ്പറും ആണെങ്കിൽ അതിനൊക്കെ പറഞ്ഞ് അവരിപ്പോ അത് കമ്പൈൻ ചെയ്യിക്കാനായിട്ട് തുടങ്ങും. അതേസമയം ലൂഫി അവനാണെങ്കിൽ ഇപ്പോഴും ഒരു വലിയ ദ്വാരത്തിലൂടെ കെന്നിനെയും ടീമിനെയും നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.